CSI കുഴിഞ്ഞാമ്പിള്ള സഭ നടത്തുന്ന ഈ ഓൺലൈൻ ആരാധനയിലേക്ക് എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദേവാലയത്തിൽ കൂടി വരുവാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഇന്നാളുകളിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ലഭ്യമായിരിക്കുന്ന ഈ ഓൺലൈൻ വർഷിപ്പിൽ പ്രാർത്ഥനയോടുകൂടെയും വളരെ ഒരുക്കത്തോടും കൂടെയും നിങ്ങൾ പങ്കെടുക്കുക. ദൈവത്തിൻ്റെ കൃപകളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ നന്മകളും പ്രാപിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ആരാധനയും ദൈവം ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ തന്നെ നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതിനും ശ്രമിക്കുക. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സൈന്യങ്ങളിൽ ദൈവം ആയ യഹോവേ, നീ വിശുദ്ധൻ, നീ പരിശുദ്ധൻ, നിർമ്മലൻ. സ്വർഗ്ഗം ഭൂമിയെങ്ങും നീൻ മഹത്വം തീങ്ങും. താതസുതാത്മാ ഭാഗ്യത്രിത്വമേ. ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവേ, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവിൻ, അവൻ്റെ പാദപീഠത്തെങ്കിൽ നമസ്കരിപ്പിൻ, അവൻ പരിശുദ്ധനാകുന്നു. നമ്മുടെ മുട്ടുകളെ മടക്കാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ ആരാധനയ്ക്കായി ഞങ്ങൾ ഒരുക്കത്തോടുകൂടെ വരുന്നു നാഥ. ഞങ്ങൾക്ക് ഇന്നാളുകളിൽ ലഭ്യമായിരിക്കുന്ന ഈ അവസരങ്ങളെ ഞങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ വരുന്നതിനും ആരാധിക്കുന്നതിനും ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ ആരാധനയിലും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയോടൊപ്പം പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടെ പ്രാർത്ഥനകൾ, ദൈവത്തോടുള്ള അപേക്ഷകൾ, ദൈവസന്നിധിയിലുള്ള അവരുടെ സമർപ്പണം ദൈവമേ അങ്ങ് സ്വീകരിക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മറ്റ് ഏത് തടസ്സങ്ങളുമില്ലാതെ ഒരുക്കത്തോടുകൂടെ തന്നെ അവർക്ക് ഈ ആരാധനയിൽ മുഴുവൻ നേരവും പങ്കെടുക്കുവാൻ വേണ്ടുന്ന കൃപകളെയും അങ്ങ് നൽകണമെന്നും അപേക്ഷിക്കുന്നു. അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ദൈവമേ ഈ ആരാധന ഞങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യശക്തി ഞങ്ങളെല്ലാവരും അനുഭവിക്കുവാനും ദൈവം സഹായിക്കണം. അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിന് നന്ദി. സകലവും യേശുവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ ആരംഭിക്കുന്നു. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 70-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് ആലപിക്കാം. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 70-ാമത്തെ ഗീതം. വിശുദ്ധ ദൈവാത്മാവേ, സ്വർഗീയ മാമാവിയെ വീശണമേ. യേശുവിൻ്റെ രക്തത്താൽ ദാസന്മാർക്കവകാശമായി തീർന്നവനേ. യേശുവിൻ്റെ രക്തത്താൽ ദാസന്മാർക്കവകാശമായി തീർന്നവനേ. ദൈവത്തിൻ തോട്ടത്തിന്മേൽ വീശിടുക ലാവണ്യനാദമോടെ. ജീവൻ്റെ വൃക്ഷങ്ങൾ പൂത്തു കായ്ക്കുവാൻ ദൈവത്തിൻ പുകഴ്ചയ്ക്കായി. ജീവൻ്റെ വൃക്ഷങ്ങൾ പൂത്തു കായ്ക്കുവാൻ ദൈവത്തിൻ പുകഴ്ചയ്ക്കായി. സ്നേഹത്തിൻ പാലകനെ, നിൻ കാറ്റിനാൽ സ്നേഹാഗ്നി ജ്വലിപ്പിക്കാം. ഈഹ നിൻ ശിഷ്യരിൻ യേശുനാമത്തിൽ മഹത്വം കണ്ടിടുവാൻ.
ഈക നിൻ ശിഷ്യരിൻ യേശുനാമത്തിൽ മഹത്വം കണ്ടിടുവാൻ. ചാവിൻ്റെ പുത്രന്മാരെ നിൻ ശ്വാസത്താൽ ജീവിപ്പിച്ചുണർത്തുകേ. ദൈവത്തിൻ രാജ്യവും നീതിയും സത്യ സേവയും തേടിടുവാൻ. ദൈവത്തിൻ രാജ്യവും നീതിയും സത്യ സേവയും തേടിടുവാൻ. യേശുവിൻ വചനവും തൻ വിശുദ്ധ ക്രൂശിൻ്റെ രഹസ്യവും വിശ്വസിച്ചേവനുമുള്ളിലുടനെ വിശ്രമം കണ്ടെത്തുവാൻ. വിശ്വസിച്ചേവനുമുള്ളിലുടനെ വിശ്രമം കണ്ടെത്തുവാൻ. ശക്തിയിൻ ആത്മാവു നീ, ദൈവികമാം ഭക്തിയിൻ ദാതാവും നീ. മുക്തി ഭൂമിയിൽ നൽകുന്നോൻ ക്രിസ്തൻ രക്തത്തിൽ ആശ്രയിച്ചാൽ. മുക്തി ഭൂമിയിൽ നൽകുന്നോൻ ക്രിസ്തൻ രക്തത്തിൽ ആശ്രയിച്ചാൽ. വീശുക ഭൂമിയെങ്ങും വരണ്ടതാം ക്ലേശപ്രദേശത്തിലും. നാശത്തിൻ പാശങ്ങളാകെ നീങ്ങി ദേവാശിഷു വാഴും വരെ. നാശത്തിൻ പാശങ്ങളാകെ നീങ്ങി ദേവാശിഷു വാഴും വരെ. വീശുക ദൈവാത്മാവേ സ്വർഗീയമാവിയെ വീശണമേ. യേശുവിൻ രക്തത്താൽ ദാസന്മാർക്കവകാശമായി തീർന്നവനേ. യേശുവിൻ രക്തത്താൽ ദാസന്മാർക്കവകാശമായി തീർന്നവനേ. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം 5-ാം പുറം, സ്തുതിലിത്താനികൾ 3-ാമത്തെ ഭാഗം. ആരാധനക്രമം 5-ാം പുറം, സ്തുതിലിത്താനികൾ 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. ശ്രേഷ്ഠാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. ക്രിസ്തയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ എത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമെന്റുകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞത സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ
പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപം ഏറ്റുപറയുക. നമ്മുടെ മുട്ടുകളെ മടക്കാം. ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് നമ്മെ തന്നെ ദൈവമുമ്പിൽ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കുന്ന നിമിഷമായിട്ട് നമുക്ക് വേർതിരിക്കാം. ഈ നിമിഷങ്ങൾ നമ്മുടെ കഴിഞ്ഞ നാളുകളെയൊക്കെയും ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുന്ന നിമിഷങ്ങളായിട്ട് വേർതിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ യോഗ്യമായിട്ടായിരുന്നുവോ എൻ്റെ ജീവിതം എന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും അകൽച്ച എനിക്ക് സംഭവിച്ചുവോ? പ്രാർത്ഥിക്കുന്നതിലും ദൈവവചനം വായിക്കുന്നതിലും ദൈവത്തെ ആരാധിക്കുന്നതിലും ഞാൻ കുറവ് കാട്ടിയോ? എൻ്റെ ചിന്ത, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ എന്തെങ്കിലും തിന്മയായത്, ദോഷമായത് ദൈവമുമ്പാകെ നിർവഹിച്ചുവോ? അവയെല്ലാം നമുക്ക് ദൈവസന്നിധിയിലൊന്ന് ഓർമ്മിക്കാം. എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചുവെന്ന് തോന്നുന്നുവെങ്കിൽ, എന്തെങ്കിലും പാപം ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു എന്ന് ഹൃദയത്തിൽ ദൈവം ഇപ്പോൾ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമുക്കത് ഏറ്റുപറയാം. കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പാപങ്ങളെ, ഈ ദോഷത്തെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി എനിക്കൊരു പുതിയൊരു ജീവിതം, ക്രിസ്തുവിൽ എനിക്കൊരു പുതിയൊരു ജീവിതം തരണമേ എന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഈ പാപങ്ങളെ ഉണരുന്ന സമയം നമുക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടിയും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അല്പനേരം മൗനമായി ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുന്ന നിമിഷമായിട്ട് മാറ്റാം. മൗനമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പാപം കഴുക യേശുവിൻ്റെ രക്തം മാത്രം, എന്നെ പൂർണ്ണനാക്കുക യേശുവിൻ്റെ രക്തം മാത്രം. വില ഏറിയ ശുദ്ധമാക്കും നദി വേറെ അറിയുന്നില്ല, യേശുവിൻ്റെ രക്തം മാത്രം. എന്നെ ശുദ്ധനാക്കുക യേശുവിൻ്റെ രക്തം മാത്രം. പാപക്ഷമ ലഭിപ്പാൻ യേശുവിൻ്റെ രക്തം മാത്രം. വിലയേറിയ ശുദ്ധമാക്കും നദി വേറെ അറിയുന്നില്ല, യേശുവിൻ്റെ രക്തം മാത്രം. അനുതാപ പ്രാർത്ഥന നമുക്ക് തുടരാം. ആരാധനക്രമം 10 മൂന്നാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ ഹൃദയംഗമായി തന്നെ പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്തു നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ,
സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിൻ്റെ വെളിച്ചമായി ശോഭിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശയോടുകൂടെ എതിരേൽക്കാനും അവിടുത്തെ മഹത്വരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ചവരോടുള്ള ദൈവത്തിൻ്റെ കൃപയുടെ മൊഴികളെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ഈ നിമിഷങ്ങൾ നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്ന, നന്ദി അർപ്പിക്കുന്ന നിമിഷങ്ങളായിട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇന്നയോളം കാത്ത് പരിപാലിക്കുന്നുണ്ട്. എല്ലാവിധമായ പ്രതിസന്ധികളുടെയും അവസ്ഥകൾ നമ്മുടെ ചുറ്റിലുണ്ടെങ്കിലും നമ്മെ ഒന്ന് വീണു പോകാതെ, തളർന്നു പോകാതെ, നശിച്ചു പോകാതെ ദൈവം ഇന്നും കാക്കുന്നുണ്ട്. നമുക്കതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഇതുവരെ നടത്തിയ നാഥനെ ഒരു നിമിഷം നമുക്കൊന്ന് ഓർത്ത് നന്ദി പറയാം. മാത്രമല്ല, വേഗത്തിൽ തന്നെ ഈ പ്രതിസന്ധിയെ, മഹാമാരിയെ എല്ലാം നമ്മുടെ ദേശത്തിൽ നിന്ന്, രാജ്യത്തിൽ നിന്ന്, ലോകത്തു നിന്ന് തന്നെ പൂർണ്ണമായി മാറ്റുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വലിയ കൃപകൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് സ്തോത്രം അർപ്പിക്കുന്നതിലേക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. ആരാധനക്രമം 17 പുറത്തു വരുന്ന പ്രാർത്ഥന. ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് ചൊല്ലി നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ആരാധനക്രമം 17 ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനു വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമ നിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവെ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും
തിരുമുമ്പാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിച്ചും സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിലെ 516 ഗീതം നമുക്ക് സ്തോത്രഗാനമായി ആലപിക്കാം. 516 ഗീതം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവൻ്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നെന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നെന്നെ കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിനു സ്തുതിയും തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ കർത്താവിനു സ്തുതിയും തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ 32 സങ്കീർത്തനം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. സങ്കീർത്തനം 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ
ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളാകുന്ന കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പീൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിപ്പീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യങ്കിൽ ഇപ്പോഴും എന്നേക്കും അപ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള ധ്യാനത്തിനായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗങ്ങളെ വായിച്ച് നമുക്ക് കേൾക്കാം. പഴയ നിയമ വേദഭാഗം, പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനം. പുറപ്പാട് പുസ്തകം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും. അനന്തരം ഇസ്രായേല്യരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവും ആയിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശെ കടലിന്മേൽ കൈനീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. പഴയ നിയമ വേദഭാഗം ഇവിടെ വായിച്ച് അവസാനിക്കുന്നു. ഈ തിരുവചന വേദഭാഗത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സുവിശേഷ വേദഭാഗം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3 അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദോമോസ് എന്നു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നുത്തരം പറഞ്ഞു. നിക്കോദോമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു.
നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ സുവിശേഷ വേദഭാഗത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം നമുക്ക് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22 പുറത്തു വരുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന നിമിഷമായിട്ട് നമുക്ക് വേർതിരിക്കാം. ആരാധനക്രമം 22 പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ മടക്കാം. ദൈവകരങ്ങളിൽ വിനയപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന നിമിഷമായിട്ട് നമുക്ക് മാറ്റാം. ദൈവകരങ്ങളിലായിരിക്കുമ്പോൾ നമുക്കൊരുപാട് വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പകരുന്നതിന് ഉണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഈ സമയം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരാൻ ദൈവം അവസരം നൽകുകയാണ്. നമ്മളായിരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തോട് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെത്ര തന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളായാലും, എത്ര വലിയ വിഷയങ്ങളായാലും, നമ്മുടെ കണ്ണുനീര് കൊണ്ട് നമ്മുടെ ജീവിതം മുങ്ങിപ്പോയ അനുഭവങ്ങളായാലും, വളരെ കാലങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയമായാലും എല്ലാം വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിൻ്റെ വചനം ശക്തമായി നമ്മോട് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ വിശ്വസിക്കുവാനും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനും തയ്യാറായാൽ ആ അത്ഭുതം തീർച്ചയായിട്ടും നാം ഓരോരുത്തരും അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന് മാറ്റമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടുകൂടെ തന്നെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളായിട്ട് വേർതിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളെ നമുക്ക് ഓർമ്മിക്കാം. മഹാമാരിക്കായി, അതിൻ്റെ പൂർണ്ണമായ വിടുതലിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. മറ്റ് രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അധ്വാനിക്കുന്നവരെ ഓർമ്മിക്കാം. പഠിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനായി, നമ്മുടെ സഭയിലെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം. മഹയിടവയ്ക്കായി, തിരുവേനിക്കായി, മറ്റ് ഭാരവാഹികൾക്കായി പ്രാർത്ഥിക്കാം. അതിൻ്റെ കീഴിലെ സഭകൾക്കായി, മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഡിസ്ട്രിക്റ്റിനെയും അതിൻ്റെ കീഴിലെ സഭകളെയും നമുക്ക് ഓർമ്മിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ ഓർമ്മിക്കാം. കമ്മിറ്റി ഓർമ്മിക്കാം. സംഘടനകൾക്ക് നേതൃത്വമായി ദൈവം തിരഞ്ഞെടുത്തവരെ ഓർമ്മിക്കാം. നമ്മുടെ സംഘടനാരാധനകളും നമ്മുടെ ആരാധനകളും പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് നടത്തുന്നതിനും ഒരുമിച്ച് വരുന്നതിനുള്ള അവസരം ദൈവം വേഗത്തിൽ ഒരുക്കണമേ എന്ന് ദൈവത്തോട് താഴ്മയോട് അപേക്ഷിക്കാം. ഈ ആരാധന മധ്യയിൽ വ്യത്യസ്തമായ ഇടങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഒരു മനസ്സോടെ വിശ്വാസത്തോടെ കൂടെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ
എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന കേൾക്കണേ, എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന. മഹാപരിശുദ്ധനായിരിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയുമായി വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അപേക്ഷകൾ കേൾക്കുവാൻ ഒരിടം അങ്ങയുടെ സന്നിധിയിലുള്ളതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് കർത്താവേ വാഗ്ദത്തം തന്നിട്ടുണ്ടല്ലോ. ഭയപ്പെടണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന്. ദൈവമേ, ഞങ്ങളെ ശക്തീകരിക്കാനായി ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കർത്താവേ, ഭാരങ്ങളുടെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ മേൽ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ കടുത്ത സാമ്പത്തികമായ പ്രതിസന്ധികളുടെ മേൽ, ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിലെ കർത്താവേ പ്രശ്നങ്ങളുടെ മേൽ അങ്ങിറങ്ങണമേ. ഞങ്ങളുടെ കർത്താവേ, ഈ പ്രാർത്ഥനകൾക്കൊക്കെയും ദൈവത്തിൻ്റെ ഉത്തരം നൽകുവാൻ ദൈവം ഇറങ്ങി കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കുന്നുണ്ടല്ലോ നാഥ. അങ്ങ് ഞങ്ങളുടെ കർത്താവെ നിലവിളികൾ കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇന്നയോളം ഞങ്ങളെ നടത്തിയതും ഞങ്ങളുടെ ഓരോ കർത്താവെ ആവശ്യങ്ങളിലും ഭാരങ്ങളിലും ഞങ്ങൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവിടെയെല്ലാം ദൈവം ഞങ്ങൾക്ക് ഉത്തരം നൽകിയ നിമിഷങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഈ ഭാരങ്ങൾ ദൈവം കേൾക്കും. ഇപ്പോഴും ദൈവം ഞങ്ങളുടെ വേദനകളെ കർത്താവെ കാണുകയും ഞങ്ങൾ കർത്താവെ അത്ഭുതങ്ങൾ ഞങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഈ നാളുകളിൽ COVID-19 എന്ന മഹാമാരി ഞങ്ങളെ കർത്താവ് ദേശത്തെ, ലോകത്തെ തന്നെ കർത്താവെ മുഴുവനായി തകർത്തുകൊണ്ടിരിക്കുന്നു. യേശുവേ, ഈ അവസ്ഥയിൽ നിന്നും പൂർണ്ണമായി ഈ രോഗത്തെ മാറ്റുവാൻ കർത്താവെ, ഇതിനൊരു കർത്താവെ പരിപൂർണമായൊരു സൗഖ്യമുണ്ടാകുവാൻ എല്ലാവരും ഇതിൽ നിന്ന് മോചിതരായി കർത്താവെ സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവസരങ്ങളെ പരിശുദ്ധാത്മാവെ അങ്ങ് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പം നാഥ, അങ്ങ് സൗഖ്യം നൽകിയില്ല എങ്കിൽ ഞങ്ങൾക്ക് സൗഖ്യം ലഭ്യമാകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുവെന്ന് അങ്ങ് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അങ്ങയുടെ സൗഖ്യം നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവേ, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്ത് മറ്റുതര രോഗങ്ങളാൽ വളരെയധികം പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടുന്ന ചികിത്സകൾ ലഭ്യമാകുന്നില്ല. പലരും ആശുപത്രികളിൽ പോകുവാൻ പോലും ഭയന്ന് ഭവനങ്ങളിലായിരിക്കുന്നു. യേശുവേ, അങ്ങനെയുള്ളവരെ തൊടുമാറാകണമേ. അവിടെ എല്ലാ രോഗങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ നാഥ സൗഖ്യം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാവർക്കും ആരോഗ്യവും ദീർഘായുസ്സും ദൈവമേ അങ്ങ് പകരണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. നാഥ കർത്താവെ, അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നാളുകളിൽ തൊഴിലുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അനവധി പേരാണ്. കർത്താവെ, ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും എല്ലാവർക്കും അധ്വാനിക്കാൻ തൊഴിൽ ലഭ്യമാകുവാൻ, കർത്താവെ സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറിപ്പോകുവാൻ, കുടുംബങ്ങളെ സന്തോഷത്തോടുകൂടെ നയിക്കാൻ സഹായിക്കണമേ. വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. മറ്റു ദൂരദേശങ്ങളിൽ, ദൂരസ്ഥലങ്ങളിൽ കർത്താവെ അധ്വാനങ്ങൾക്ക് വേണ്ടി പോയവരുമുണ്ട്. അവരെയും ദൈവം കാത്തുകൊള്ളണമേ. മുടങ്ങാതെ അധ്വാനിക്കുവാനും കർത്താവെ സുരക്ഷിതമായും ആരോഗ്യത്തോടുകൂടി അധ്വാനിക്കുന്നതിനും ദൈവം കൃപ ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ പഠിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു പഠനങ്ങളെല്ലാം ഒരു പുതിയൊരു തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്നാൽ കൃത്യമായി പഠിക്കുവാൻ ഞങ്ങളുടെ പല മക്കൾക്കും സാധിക്കുന്നില്ല. അതിനെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ പല മക്കൾക്കും കഴിയുന്നില്ല. ദൈവമേ, ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കണമേ. നന്നായി പഠിക്കാനുള്ള സാഹചര്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവെ, വിദേശങ്ങളിലൊക്കെ ആയിരുന്നു പഠിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട്, അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വിടുതൽ ദൈവം അർപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് ദൈവകൃപകളാൽ, ദൈവ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ദേശത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ ദൈവത്തിൻ്റെ കർത്താവേ ശക്തിയും സമാധാനവും എല്ലാ കുടുംബങ്ങളും അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണമേ. യേശുവേ, ഞങ്ങളുടെ ആലയത്തിലെ കുടുംബങ്ങളെയും ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ആവശ്യങ്ങൾ, കുടുംബജീവിതത്തിലെ നന്മകൾ എല്ലാം അങ്ങ് പകരണമേ. ഏതൊരു വിധമായ തിന്മകളോ ദോഷങ്ങളോ കർത്താവെ പ്രതികൂലങ്ങളോ കുടുംബങ്ങളിൽ വരാതെ അങ്ങയുടെ ദൂതന്മാരുടെ കാവലും അങ്ങയുടെ ശക്തിയും ദൈവമേ അങ്ങ് നൽകണമേ, നൽകി പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ മഹായിടവയ്ക്ക് വേണ്ടി, തിരുമേനിക്ക് വേണ്ടി, ഭരണ കർത്താവെ നേതൃത്വങ്ങൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ ശക്തിയായി ദൈവസന്നിധിയിൽ കർത്താവ് മുന്നോട്ട് പോകുവാൻ അവരെ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ
നാഥ, ഞങ്ങളുടെ മിഷൻ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, മിഷണറിമാർക്കായും പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, ശുശ്രൂഷകളെ മാനിക്കണമേ. ഞങ്ങളെ കർത്താവേ, മഹയുടെ പേര് കീഴിലെ എല്ലാ സഭകൾക്കായും പ്രാർത്ഥിക്കുന്നു, അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലെ സഭയ്ക്കായി കർത്താവെ പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെയും എല്ലാ പുരോഹിത ശ്രേഷ്ഠരെയും അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ സഭയെ ഓർക്കട്ടെ അപ്പാ. ഞങ്ങളുടെ സഭ ഇന്നയോളം ദൈവം ശക്തീകരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ദൈവം ശക്തമായ നേതൃത്വം കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ കമ്മിറ്റിക്കായും കർത്താവെ എല്ലാവർക്കായും അതിൻ്റെ ഭാരവാഹികൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. സെക്രട്ടറി അനുഗ്രഹിക്കണമേ, അക്കൗണ്ടൻ്റ് അനുഗ്രഹിക്കണമേ, മറ്റു കമ്മിറ്റി അംഗങ്ങളോടൊക്കെയും കുടുംബമായി തന്നെ ദൈവം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സംഘടനകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടല്ലോ, അവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഈ ആരാധനയിൽ കർത്താവെ പൂർണ്ണമായി ഞങ്ങൾക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുന്നതിനും മാത്രമല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുന്നതിനും സ്തോത്രം ചെയ്യുന്നതിനും ഞങ്ങളുടെ സംഘടന ആരാധനകളൊക്കെ ഞങ്ങൾ നടത്തുന്നതിനും ദൈവം കൃപ നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങൾ വീണ്ടും ഞങ്ങളെ കുടുംബങ്ങളെ ഓർക്കുന്നു. കർത്താവേ, ഒരുപാട് ആവശ്യങ്ങളും പ്രാർത്ഥനകളും അവർ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ടാവും. ആ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ട് വിടുതൽ കൊടുക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് വിവിധമായ ഇടത്തു നിന്നുകൊണ്ട് കർത്താവെ ഈ ആരാധനയിൽ ഭാഗമാക്കാവുന്നവരുമുണ്ട്. അവരുടെ വിഷമങ്ങളെയും അവരുടെ ഭാരങ്ങളെയും അവരുടെ പ്രാർത്ഥനകളെയും ദൈവം കേട്ട് മറുപടി കൊടുക്കുന്ന വലിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരെയും സന്ദർശിക്കുകയും എല്ലാവരെയും നിറയ്ക്കുകയും ചെയ്യുന്ന വലിയ കൃപയ്ക്കായും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ നാഥ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരിയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വിഷയമെന്നത് സ്നാനമെന്ന കൂദാശ എന്ന വിഷയത്തെയാണ് നമുക്ക് ധ്യാനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. സ്നാനത്തെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമുണ്ടാക്കുകയും ഈ സ്നാനത്തിൻ്റെ ശക്തിയെ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അനുഭവിക്കാൻ ഇടയാക്കുന്ന തലത്തിലാണ് ഇന്നത്തെ ധ്യാനത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അല്പനേരം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ മിഴികളടയ്ക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടെ ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നാനമെന്ന കൂദാശയിലൂടെ അങ്ങയുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി, അങ്ങയുടെ സഭയുടെ ഭാഗമാക്കി കർത്താവെ, ഞങ്ങളെയും സ്വർഗരാജ്യത്തിൻ്റെ അംശങ്ങളായി ഈ നാളുകളിൽ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി. ഈ സ്നാനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഞങ്ങൾ ധ്യാനിക്കുകയും അതിൻ്റെ ശക്തിയെ ഞങ്ങൾ ജീവിതത്തിലേക്ക് പ്രാപിക്കുന്നതിനുമായിട്ട് ഒരുങ്ങുകയാണ്. വചനം അങ്ങാകുന്നുവല്ലോ. ആ വചനം എല്ലാ ജീവിതങ്ങളോടും ഇടപെടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും ദൈവമേ ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവം ഒരുക്കുമാറാകണം. കർത്താവ് തന്നെ സംസാരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോ ഹൃദയത്തോടും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അരുളുന്നതിനും അടിയനെ ഒരു ഉപകരണമായി വേർതിരിക്കുന്നതിനും ദൈവത്തിന് നന്ദി. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ നാഥ, ആമേൻ. സ്നാനമെന്ന കൂദാശ. സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് എന്നോടൊപ്പം പഠിച്ച ഒരു ശുശ്രൂഷകൻ്റെ അദ്ദേഹം ഒരു നാൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞ ഒരു വിഷമത്തെ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ മുങ്ങി സ്നാനം എടുക്കാനായിട്ട് പോവുകയാണ്, എങ്കിലേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹം വളരെ വിഷണ്ണനായി, വളരെ വിഷമിച്ചു. ഇന്നാളുകളിൽ ഈ ഒരു ധ്വനി പല കുടുംബങ്ങളിലെയും സംഘർഷത്തിന് കാരണമാകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്നാനത്തെക്കുറിച്ച് വ്യക്തമായ എന്താണ് എന്നറിയില്ല, ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ കേൾക്കുമ്പോൾ തങ്ങളുടെ സ്നാനത്തെ പറ്റിയുള്ള ആശങ്കകൾ, വിശ്വാസത്തെ പറ്റിയുള്ള ചില ചഞ്ചല ഹൃദയങ്ങൾ. അപ്പോൾ ഈ അവസ്ഥയിൽ സ്നാനത്തെപ്പറ്റി വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. മാത്രമല്ല, ഈ സ്നാനം എന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്നാനമെന്ന വിഷയത്തെ വളരെ ആഴമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ ചെറിയ കുറേ ചോദ്യങ്ങളും ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ്
ഞാൻ ഇന്ന് ധ്യാനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഒരു ചോദ്യമാണ്, സ്നാനം എന്നാൽ എന്താണ് സ്നാനം എന്നത്? സ്നാനം എന്നത് ഒരു കൂദാശയാണ്. അതാണ് ഇന്നത്തെ വിഷയം, സ്നാനമെന്ന കൂദാശ. സ്നാനം എന്നതൊരു കൂദാശയാണ്. അപ്പോൾ ചോദിക്കും, എന്താണ് ഈ കൂദാശ? നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റ് സഭയിൽ നമ്മൾ 2 കൂദാശകളാണ് അനുഷ്ഠിക്കാറുള്ളത്. ഒന്ന് സ്നാനം, മറ്റൊന്ന് തിരുവത്താഴം എന്ന് പറയുന്ന കൂദാശയും. അപ്പോൾ സ്നാനമെന്ന കൂദാശയും തിരുവത്താഴമെന്ന കൂദാശയും. എന്നാൽ മറ്റു ചില സഭകളിൽ എനിക്ക് തോന്നുന്നു 7ഓളം കൂദാശകളെ അവരനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ 2 കൂദാശകൾ മാത്രമാണ് അനുഷ്ഠിക്കുന്നത്? അതിന് കാരണമുണ്ട്. യേശു നമ്മോട് അനുഷ്ഠിക്കാനായി പറഞ്ഞ 2 കർമ്മങ്ങളാണ്, 2 കൂദാശകളാണ് നാം അനുഷ്ഠിക്കുന്ന സ്നാനവും തിരുവത്താഴവും. അതിനുള്ള വ്യക്തമായ തിരുവെഴുത്തുകൾ ഞാൻ പറയാം. മത്തായി എഴുതിയ സുവിശേഷം 28-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ സ്നാനത്തെക്കുറിച്ച് യേശു ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അപ്പോൾ യേശു അവിടെ പറയുകയാണ്, നിങ്ങൾ സ്നാനം കഴിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഒരു കൂദാശയായിട്ട് നമ്മുടെ സഭ ഏറ്റിരിക്കുന്നത്. 2ാമത്തെ തിരുവത്താഴമാണ്. അതിന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അപ്പോൾ അവിടെയും ദൈവം പറയുകയാണ്, പറഞ്ഞ 2 വിശുദ്ധ കർമ്മങ്ങളെയും നമ്മൾ കൂദാശകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. കൂദാശ എന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ ഒരു അടയാളമാണ് കൂദാശ. ഞാനൊന്നുകൂടെ പറയാം, അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. നമ്മൾ കാണാത്ത ആ ദൈവകൃപയുടെ നമുക്ക് കാണാൻ കഴിയുന്ന അടയാളമാണ് ഈ കൂദാശ എന്ന് പറയുന്നത്. കൂദാശയ്ക്ക് ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് സാക്രമെൻ്റ് എന്നാണ്. അപ്പോൾ ഈ പദത്തിൻ്റെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ കൂദാശയുടെ പ്രാധാന്യത എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാക്രമെൻ്റ് എന്ന പദം അതിൻ്റെ ഉത്ഭവിച്ചിരിക്കുന്നത് ഒരു കേസുമായിട്ട്, ഇതൊരു റോമൻ പശ്ചാത്തലമൊക്കെയുണ്ട്. ഒരു കേസുമായിട്ട് ഒരു വ്യക്തി കോടതിയിലേക്ക് സമീപിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ കോടതിയിൽ സമീപിക്കുമ്പോൾ അവിടെ 2 കൂട്ടരും പണം കെട്ടിവെക്കണം. വാദിഭാഗവും പ്രതിഭാഗവും പണം കെട്ടിവെക്കണം. അപ്പോൾ 2 പേരും പണം കെട്ടിവെച്ച് കഴിഞ്ഞാൽ ആരാണോ അവിടെ പ്രതിയായി തരുന്നത് ആ വ്യക്തികളുടെ പണം തിരിച്ചു കൊടുക്കില്ല. ആ പണത്തെ ദേവാലയ കർമ്മങ്ങൾക്ക്, മതപരമായ കർമ്മങ്ങൾക്ക് വേണ്ടി വേർതിരിക്കും. ആ വേർതിരിക്കുന്ന ധനത്തെ വിളിക്കുന്ന പേര് സാക്രമെൻ്റ് എന്നാണ്, സാക്രമെൻ്റം എന്നാണ്. അതായത് വിശുദ്ധമായത്, വേർതിരിക്കപ്പെട്ടത് എന്ന്. അതായത് ഈ കൂദാശയിലൂടെ, സ്നാനമെന്ന കൂദാശയിലൂടെ, തിരുവത്താഴമെന്ന കൂദാശയിലൂടെ സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തിനായി വേർതിരിക്കപ്പെടുകയാണ്. നാം ദൈവത്തിനായിട്ട് ഇങ്ങനെ മാറ്റപ്പെടുകയാണ്, വിശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥ. തിന്മകളുടെ അനുഭവങ്ങളിലോ അല്ലെങ്കിൽ ദോഷങ്ങളിലോ ഒക്കെ ആയിരിക്കാം, അതിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന അനുഭവമാണ് ഈ സ്നാനത്തിലൂടെ അല്ലെങ്കിൽ തിരുവത്താഴത്തിലൂടെ നടക്കുന്ന കൂദാശകളിൽ സംഭവിക്കുന്നത്. ഇനി മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. റോമൻ ചക്രവർത്തിയുടെ മുന്നിൽ പടയാളികൾ എടുക്കുന്ന പ്രതിജ്ഞയ്ക്ക് അന്ന് വിളിച്ചിരുന്ന പേരും ഈ സാക്രമെൻ്റം എന്നാണ്. അതായത് ദൈവം മുമ്പാകെ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞയാണ്. സ്നാനത്തിൽ ഒരു മുതിർന്ന സ്നാനമെടുക്കുന്ന സമയമാണെങ്കിൽ ആ വ്യക്തി എടുക്കുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ ഈ ദൈവവിശ്വാസത്തിൽ പൂർണ്ണമായി നിൽക്കാമെന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ എടുക്കുന്ന ഒരു പ്രതിജ്ഞ. എന്നാൽ മാതാപിതാക്കൾ എടുക്കുന്ന പ്രതിജ്ഞയായിട്ട് മാറും ശിശുക്കളുടെ സ്നാനം വരുമ്പോൾ. ആ തീരുമാനമെടുക്കുന്നത് കുഞ്ഞുങ്ങളല്ല, മാതാപിതാക്കളാണ്. ഈ കുഞ്ഞിനെ ദൈവവിശ്വാസത്തിൽ വളർത്താമെന്ന് സഭയുടെ മുൻപാകെ ഈ മാതാപിതാക്കൾ പ്രതിജ്ഞ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതിജ്ഞ കൂടെയാണ് ദൈവസന്നിധിയിൽ എടുക്കുന്ന, മാറ്റാൻ പാടില്ലാത്ത, ഒരിക്കലും മാറ്റാൻ പാടില്ലാത്ത ഒരു പ്രതിജ്ഞയാണ് ഈ കൂദാശ, സാക്രമെൻ്റ്. അപ്പോൾ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഈ കൂദാശ എന്ന അവസ്ഥയ്ക്കുള്ള സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും. അപ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന 2 കൂദാശകളാണ് സ്നാനവും തിരുവത്താഴവും. ഇന്ന് നമ്മൾ ധ്യാനത്തിന് വേർതിരിക്കുന്നത് സ്നാനമെന്ന കൂദാശയാണ്. അതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ആഴമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്നാനത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഒന്ന് വെള്ളം ഉണ്ടാവും, മറ്റൊന്ന് പുരോഹിതനും ഉണ്ടാവും. വെള്ളത്തിൻ്റെ പ്രാധാന്യത എന്താണ്? വെള്ളമെന്ന് പറയുന്നത് നമുക്ക് ജീവൻ്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്, അടിസ്ഥാനമാണ് ജലം.
അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതും ജലമാണ്. അപ്പോൾ ഇതിൻ്റെ ആത്മീയ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായ ജീവന് ഈ സ്നാനം വേണം. ആത്മീയമായ ശുദ്ധീകരണത്തിനും ഈ സ്നാനം ആവശ്യമാണ് എന്ന അർത്ഥമാണ് ഈ ജലത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ജലമെന്ന ആ വസ്തു ഉപയോഗിക്കുന്നതിലൂടെയുള്ള ആ ഒരു അർത്ഥമെന്നത് ഇതാണ്. മറ്റൊന്ന് പുരോഹിതനാണ് നിർവഹിക്കുന്നത്. അതായത് പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. അപ്പോൾ ദൈവ സാന്നിധ്യമാണ് അതിൻ്റെ പ്രതിനിധീകരണം. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എടുക്കുന്ന പ്രതിജ്ഞയും തീരുമാനവും വേർതിരിക്കലുമാണ്, ശുദ്ധീകരണവുമാണ്, ആത്മീയ ജീവൻ്റെ ആഘോഷവുമാണ് ഈ സ്നാനം എന്ന് പറയുന്ന ശുശ്രൂഷയും സ്നാനത്തിലൂടെ ചേരുന്ന അനുഭവവും. അപ്പോൾ ഈ സ്നാനത്തെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ചെറിയ അറിവ് കിട്ടിക്കാണ്. ഇനി നമുക്ക് ചെറിയ ചിന്തകളിലേക്ക്, ചെറിയ അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. സ്നാനം എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറിയത്? ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളിലുണ്ടാവും, എങ്ങനെ വന്നുവെന്ന്. യഹൂദന്മാരുടെ മതത്തിലും ഈ സ്നാനം എന്ന് പറയുന്ന ഈ അനുഭവമുണ്ട്. അവരുടെ മതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അപ്പോൾ സ്നാനം കൊടുത്താണ് സ്വീകരിക്കാറ്. അതുപോലെ കുമ്രാൻ എന്ന് പറയുന്ന വളരെ ഓർത്തഡോക്സ് ആയിട്ട് ജീവിക്കുന്ന, വിശ്വാസത്തിൽ വളരെ ആഴപ്പെട്ട് ജീവിക്കുന്ന, പഠനവും മതപഠനമായ എഴുത്തുകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് വേർതിരിക്കപ്പെട്ടൊരു കൂട്ടരാണ്. അവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശുദ്ധീകരണത്തിൻ്റെ അടയാളമായിട്ട് സ്നാനം സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് സ്നാനം എന്ന ഒരു ഘടകം നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. അപ്പോൾ യോഹന്നാൻ നമുക്കറിയാം, സ്നാനം കഴിപ്പിച്ചുകൊണ്ടാണ് യോഹന്നാൻ്റെ വരവ് തന്നെ. അപ്പോൾ അതിൽ യേശു തന്നെ സ്നാനമേറ്റതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തീയ സ്നാനം യോഹന്നാൻ്റെ സ്നാനം അല്ല. ക്രിസ്തുവിൻ്റെ സ്നാനം യോഹന്നാൻ്റെ സ്നാനമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊരു മാനസാന്തരത്തിൻ്റെ സ്നാനമാണ് കഴിപ്പിച്ചത്, നമ്മുടെ സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ യോഹന്നാൻ തന്നെ അത് പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ആര്? യേശു. അപ്പോൾ ഈ സ്നാനം എന്നത് ഈ യോഹന്നാൻ്റെ മാനസാന്തര സ്നാനമല്ല, അതിനപ്പുറമുണ്ട്. ഇത് നമ്മുടെ ക്രിസ്തീയ സ്നാനം എന്നത് സ്ഥാപിക്കപ്പെടുന്നത് കർത്താവിൻ്റെ മരണശേഷമുള്ള ആ ഒരു അനുഭവമാണ്. അപ്പം ക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുദ്ധാനങ്ങളിൽ ബന്ധപ്പെട്ടതാണ് നമ്മുടെ സ്നാനമെന്നത്. അതിൻ്റെ അർത്ഥങ്ങളാണ് നമ്മുടെ സ്നാനമെന്നത് നമ്മൾ മറക്കരുത്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് അതിനെക്കുറിച്ച് ആഴപ്പെട്ട് മനസ്സിലാക്കാം. കൊലോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം വാക്യം ഞാൻ അറിവിലേക്കായി ഒന്ന് വായിക്കാം. സ്നാനത്താൽ അവനോട് കൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. സുവിശേഷ വേദഭാഗം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിക്കോദോമോസ് വന്നിട്ട് ഒരു ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ചോദ്യങ്ങളുമായിട്ട് വരുമ്പോൾ ദൈവം പറയാണ്, പുതുജനനം വേണം. പുതുജനനം പ്രാപിക്കുന്നതിനുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഈ സ്നാനത്തിലൂടെ ലഭിക്കുന്നത്. സ്നാനത്തിലൂടെ നമ്മളൊരു പുതിയൊരു ജനനം പ്രാപിക്കുന്നു, പുതിയൊരു ഉയർപ്പ് പ്രാപിക്കുന്നു. ആരിലൂടെ? യേശുവിലൂടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. അപ്പോൾ നമ്മൾ സ്നാനമേൽക്കുന്നതിനാണ് ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ. ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റ് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രത്യേകത എന്നത് അവിടെ പിന്നെ ഒരു അതിർവരമ്പുകളില്ല. യഹൂദനെന്നില്ല, യവനനെന്നില്ല, ജാതി എന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, ഉയർന്ന ജാതിക്കാരൻ, താണജാതിക്കാരൻ, സമ്പന്നൻ, ദരിദ്രൻ, അങ്ങനെ ഒരു അതിർവരമ്പുകളുമില്ലാതെ അവരെല്ലാം ഒന്നായിത്തീരുകയാണ്. ആരിലൂടെ? യേശുവിലൂടെ. അപ്പോൾ യേശുവിലൂടെ ഒന്നായിത്തീരുന്ന ഒരു അനുഭവമാണ് ഈ സ്നാനം. അപ്പോൾ ഞാൻ രണ്ടർത്ഥം പറഞ്ഞു. സ്നാനത്തിലൂടെ ഒരു പുതിയൊരു ജനനം സാധ്യമാകുന്നു. രണ്ടാമത്, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുൻപിൽ അതിനായിട്ട് നമുക്ക് കഴിയുന്നു. അപ്പോൾ ഇത് സ്നാനത്തിൻ്റെ നമ്മുടെ ക്രിസ്തീയ സ്നാനത്തിൻ്റെ പശ്ചാത്തലമാണ്. ഇതാണ് നമ്മുടെ സ്നാനത്തിൻ്റെ അർത്ഥം എന്നത്. അപ്പോൾ ഇനി നമുക്കുണ്ടാകുന്ന മറ്റ് ചില സംശയങ്ങളെയും നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ ഒരു സംശയമാണ് നിങ്ങളുടെ ഉള്ളിലെ: ശിശുസ്നാനം ശരിയാണോ തെറ്റാണോ? അപ്പോൾ ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പ്രാവശ്യങ്ങളായിട്ട് നിങ്ങളുടെ മേൽ ഉണ്ടായിട്ടുണ്ടാകും. സമൂഹത്തിലുള്ള ചില ചോദ്യങ്ങൾ തന്നെ ആയിരിക്കാം അത്. ശിശുസ്നാനം ശരിയാണോ തെറ്റാണോ?
അതിനെ പറയുന്നൊരു കാര്യമുണ്ട്, വളരെ കുഞ്ഞിലെ എന്ത് തീരുമാനം എടുക്കാനാണ് സാധിക്കുക? അപ്പോൾ ആ സ്നാനം എങ്ങനെയാണ് അത് സ്വീകാര്യമാകുക? ഇതൊക്കെയാണ് ഉണ്ടാകുന്ന ചോദ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ള വിശദീകരണമായിട്ടാണ് ഞാൻ ഇനി അടുത്ത് തുടരുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ സ്വഭാവം, അവൻ്റെ ജീവിതം എല്ലാം നിശ്ചയിക്കുന്ന ഒരു പ്രായം എത്രയാണെന്നറിയാവോ? 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ്. ആ സമയത്ത് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ മനഃശാസ്ത്രജ്ഞപരമായി പറയുമ്പോൾ നമ്മൾ മനസ്സിനെ 3ആയിട്ടൊക്കെ തിരിക്കുന്നുണ്ട്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഈ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രവേശിക്കുന്നുവോ അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ തന്നെ സ്വാധീനിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ശിശുവായിരിക്കുന്ന ഒരു വ്യക്തിയെ ക്രിസ്തുവിൻ്റെ ഭാഗത്താക്കി ആ തീരുമാനത്തിലൂടെ വളർത്തിയില്ല എങ്കിൽ എങ്ങനെയാണ് ആ വ്യക്തി പിന്നെ ക്രിസ്തുവിൽ ജീവിക്കുക? ഒരിക്കലും പിന്നെ ആ സ്വഭാവങ്ങൾ പിന്നെ മാറ്റാൻ പോലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്നാനം ശൈശവകാലത്ത് കൊടുക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം. മറ്റൊരു കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ മുതലേ ഭക്ഷണം കൊടുക്കാറുണ്ട്. ജീവൻ്റെ ഉപാധിയായിട്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്, അവന് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കാറുണ്ട്, ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇതൊന്നും ആ കുഞ്ഞിൻ്റെ ബോധമായ അവസ്ഥയിലല്ല, നമ്മളാണ് പരിശീലിപ്പിക്കുന്നത്. നമ്മളങ്ങനെ പരിശീലിപ്പിക്കുന്നത് കൊണ്ടാണ് ആ കുഞ്ഞ് അത് പഠിക്കുകയും അങ്ങനെ വളർന്നു വരുവാനും കാരണമായി തീരുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഉറയ്ക്കുക. അങ്ങനെ ഇതെല്ലാം ജീവൻ്റെ ആവശ്യമായിട്ട് നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ ആത്മീയ ജീവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ ഈ സ്നാനം. അപ്പം അത് നമ്മൾ കൊടുക്കാതിരുന്നാൽ, ചെയ്യാതിരുന്നാൽ അത് വലിയൊരു അപരാധമാവില്ലേ? അപ്പം നമ്മളത് ചിന്തിക്കുക. പിന്നെ നമ്മൾ യേശുവിൻ്റെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 39 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുഞ്ഞിലെ തന്നെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോയത്? കുഞ്ഞിനെ സമർപ്പിക്കുന്നതിൽ അർത്ഥമില്ലെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ദേവാലയത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നാനം എന്നത് ശിശു സ്നാനം അത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. സ്നാനത്തിൻ്റെ അർത്ഥം പറഞ്ഞുവല്ലോ, യേശുവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തിലൂടെ സംഭവിക്കുന്ന ആ ഒരു പുതിയൊരു ജീവിതമാണ്. അത് കുഞ്ഞിന് ലഭിക്കുന്നു. കുഞ്ഞും ആ പുതിയ ജീവൻ്റെ അനുഭവമാകുന്നു, ഉയർത്ത കർത്താവിനോടൊപ്പം ജീവിക്കുന്ന അവസ്ഥയാകുന്നു. മറ്റൊന്ന്, സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുകയാണ്, എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരാൻ അനുവദിക്കുന്നതാണ് സ്നാനം. സ്നാനം ശിശുക്കൾക്ക് കൊടുത്തില്ലെങ്കിലോ ഈ പുതിയൊരു ജീവിതം ഉണ്ടാകുന്നില്ല, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നില്ല. ഞാൻ പറഞ്ഞുവല്ലോ, ഈ കൂദാശ എന്നത് അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ്. ആ ദൈവത്തിൻ്റെ കാണാത്ത കൃപകളെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു, ശിശു സ്നാനം ഏറ്റവും അനിവാര്യമാണ്. അത് വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. നമ്മൾ പല അത്ഭുതങ്ങളെയും കണ്ടിട്ടുണ്ട്. 4 പേർ പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് ദൈവസന്നിധിയിൽ എത്തിക്കുമ്പോൾ അവിടെ ആ പക്ഷവാതത്തെ ദൈവം സൗഖ്യമാക്കുന്നു. അത് ആരുടെ വിശ്വാസം കണ്ടിട്ടാണ്? 4 പേരുടെ വിശ്വാസം. യായിറോസിൻ്റെ മകളെ യേശു സൗഖ്യമാക്കുന്നു. ആരുടെ വിശ്വാസം കണ്ടിട്ടാണ്? ഈ യായിറോസിൻ്റെ വിശ്വാസം കണ്ടിട്ട്. കനാന്യ സ്ത്രീയുടെ വിശ്വാസം കണ്ട് കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്നു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കളുടെ വിശ്വാസം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹത്തിലേക്ക്, അത്ഭുതത്തിലേക്ക്, അടയാളത്തിലേക്ക് മാറ്റുമെന്നതിൽ യാതൊരു വിധമായ സംശയമില്ല. അപ്പം അതുകൊണ്ട് സ്നാനം കുഞ്ഞുങ്ങളെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അത് ദൈവത്തിൻ്റെ ആ ശരീരത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നതിന് തുല്യമാണെന്ന കാര്യത്തെ ആരും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അടുത്ത ചോദ്യം എന്നത്, സ്നാനം തളിപ്പ് സ്നാനമാണോ മുങ്ങി സ്നാനമാണോ? ഇത് വളരെയധികം പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ. തളിപ്പാണോ മുങ്ങി സ്നാനമാണോ? ബാപ്റ്റിസം എന്ന പദം ബാപ്റ്റോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഇമേഴ്സ് എന്നൊക്കെയാണ്. അത് മുഴുകുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഞാനൊരു തിരുവചന വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം, അതായത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്ന് പറയുന്നു. ഓർക്കുക, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതാണ് സ്നാനത്തെക്കുറിച്ച്.
ആ പഴയ നിയമകാലത്ത് സംഭവിച്ച സ്നാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് സ്നാനമുണ്ടായത്? സമുദ്രത്തിലൂടെ കാറ്റടിച്ചപ്പോൾ സമുദ്രം 2 ചിറ പോലെ നിന്നു, ഉണങ്ങിയ നിലം പ്രത്യക്ഷമായി. അതുവഴി നടന്നുപോയപ്പോൾ ആ നടന്നുപോയ അനുഭവത്തിൽ ആ മേഘത്തിൻ്റെ കീഴിലും ഈ സമുദ്രം ചിറ പോലെ നിന്നതിൻ്റെ കീഴിലും സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും, സ്നാനമെന്നത് മുങ്ങലോ മുഴുകലോ അതോ തളിപ്പോ അതിനൊക്കെ അപ്പുറം, ഞാൻ പറഞ്ഞുവല്ലോ, അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ ഒരു അടയാളമാണത്. അപ്പോൾ തളിക്കുകയോ മുങ്ങുകയല്ല, അത് ഏതായാലും ആ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് പ്രധാനം. അടുത്തൊരു വാക്യം കൂടെ വായിക്കാം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 20 മുതൽ 21 വരെ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മെയും രക്ഷിക്കുന്നു. അപ്പോൾ ആ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചത്, നോഹയുടെ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചതുപോലും സ്നാനത്തിൻ്റെ ഒരു മുൻകുറിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് പറയാണ്, സ്നാനമെന്നത് ഈ അഴുക്ക് കളയുന്ന ഒരു പ്രവർത്തനമായിട്ടോ ആയിട്ടല്ല അത് കാണേണ്ടത്, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ മുങ്ങുകയോ തളിക്കുകയോ അതല്ല അതിൻ്റെ പ്രാധാന്യത. ഈ സ്നാനമെന്ന ആ ശുശ്രൂഷയിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ യേശുവിൻ്റെ ശരീരമായി മാറുന്നതും ജനന മരണ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമായി മാറുന്നതുമാണ് പ്രാധാന്യം. ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസിൽ ഒരു വലിയൊരു ഗുഹ ചിത്രത്തിൽ യേശുവിൻ്റെ ഒരു ചിത്രമുണ്ട് സ്നാനം കഴിക്കുന്ന. അപ്പോൾ ആ ചിത്രത്തിൽ യേശുവിൻ്റെ തലയിൽ ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കുന്ന ഒരു ചിത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ പഴക്കമുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ ആ സമയത്തും നദിയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ കോരിയായിരിക്കാം കൊടുത്തിരിക്കുന്നത് എന്നൊരു അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെ വാദമോങ്ങളിലേക്ക് പോകുന്നില്ല. മുങ്ങി സ്നാനം ചെയ്താലും അല്ല തളിപ്പ് സ്നാനം ചെയ്താലും നമ്മൾ ഈ അർത്ഥമാണ് പ്രധാനമെന്നത് മറന്നു പോകരുത്. കാരണം സാൽവേഷൻ ആർമി ചെയ്യുന്നത് അവരൊരു കൊടിക്കീഴിലൂടെ അത് കടന്നു പോവുകയാണ് അവരുടെ സ്നാനത്തിൻ്റെ അടയാളമായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അവർ ചെയ്യുന്നത് മോശയുടെ കാലത്ത് സംഭവിച്ച ഈ സ്നാനത്തിൻ്റെ പ്രതീകത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ ഈ അടയാളമാണ് പ്രധാനം, ദൈവകൃപയുടെ അടയാളമാണ് പ്രധാനം. അത് നിങ്ങൾ മറക്കരുത്. അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലായ ടീച്ചിങ് ഓഫ് അപ്പോസൽസ് എന്ന് പറയുന്ന, അതായത് ഏകദേശം AD 150 കാലഘട്ടത്തൊക്കെ രചിച്ച ഒരു പുസ്തകമാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, അതിൽ ആ പുസ്തകത്തെ എടുത്തു പറയുന്നുണ്ട്, ഒഴുകുന്ന ജലമില്ലാത്തടത്ത് സാധാരണ ജലവും ആവശ്യമായാൽ ചൂടുവെള്ളവും ഉപയോഗിക്കാം, എന്നാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ 3 പ്രാവശ്യം വെള്ളം ശിരസിൽ തളിക്കണം എന്ന് അവിടെ എടുത്തു പറയുന്നു. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സ്നാനത്തിൻ്റെ അനിവാര്യത എന്ന് പറയുന്നത് ഈ പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ആ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നതാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അപ്പം നമ്മൾ വിശ്വാസത്താലുള്ള സ്നാനവുമാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ച് അതിനുള്ള സംശയത്തിനുള്ള നിവാരണം ചെയ്തുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തെ ഞാൻ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. വീണ്ടും സ്നാനം ചെയ്യുന്നത് ശരിയാണോ? വേദപുസ്തകം പറയുന്നു, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയുള്ളവരായി നിങ്ങൾ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവൊരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഒരൊറ്റ സ്നാനമേ ഉള്ളൂ. നമ്മൾ വീണ്ടും സ്നാനം ചെയ്യുമ്പോൾ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നതിന് തുല്യവും യേശു ക്രിസ്തുവിനെ വീണ്ടും പീഡിപ്പിക്കുന്നതിന് തുല്യമായിട്ട് മാറുകയാണ്. കാരണം ഒരിക്കൽ സ്നാനം ഏൽക്കുമ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി. പിന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നാലോ നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവോ എന്തെങ്കിലും വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിനെ തീർച്ചയായിട്ടും മുറിവ് കെട്ടുകയും ചികിത്സിക്കുകയും ചെയ്യും. അതുമാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. അതിനാണ് നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ഈ സ്നാനം. അത് നമ്മൾ മറന്നു പോകരുത്. ഇനി ഈ സ്നാനത്തിൻ്റെ വലിയ അത്ഭുതം അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയണം. സ്നാനം എന്നത് ക്രിസ്ത്യാനിയുടെ ഒരു അവകാശമാണ്. ഞാൻ ദൈവത്തിൻ്റെ ഭാഗമാണ്, ഞാൻ യേശുവിൻ്റെ ഭാഗമാണ് എന്ന ഒരു വലിയൊരു വിശ്വാസവും ഉറപ്പും അവകാശവുമാണ്. മാർട്ടിൻ ലൂതർ ദൈവശുശ്രൂഷയിലൊക്കെ ആയിരുന്നപ്പോൾ
പ്രതിസന്ധികൾ വളരെ വന്നു. സാത്താൻ തന്നെ തൻ്റെ മുൻപിൽ വന്ന് നിന്ന് തന്നെ എതിർത്ത നിമിഷങ്ങളുണ്ടായി എന്നാണ് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? ആ സമയത്ത് അദ്ദേഹം ആ സാത്താനോട് പറയുമായിരുന്നു, ഞാൻ സ്നാനമേറ്റ വ്യക്തിയാണ്, നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല എന്ന് പറയുകയും ആ പ്രഖ്യാപനം കേൾക്കുമ്പോൾ പൈശാചിക ശക്തികൾ തൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോവുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നു, ഈ സ്നാനം എന്നത് നമുക്കൊരു അവകാശമാണ്. കാരണം യേശു സ്നാനമേറ്റപ്പോൾ ഒരു ശബ്ദമുണ്ടായി സ്വർഗത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും സ്നാനമേറ്റപ്പോഴും സ്വർഗരാജ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം ദൈവം പ്രഖ്യാപിച്ചു. ഈ നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളെൻ്റെ പ്രിയപുത്രി, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദം. കാരണം നമ്മൾ ഈ സ്നാനത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് നമ്മുടെ ജീവിതം ദൈവമക്കളായിട്ടാണ്, ദൈവ അവകാശമാണ്, ദൈവം ഒരുക്കുന്ന നന്മയാണ്. ആ നന്മകളെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സർവശക്തനായ ദൈവം അവസരം തരുന്നു. മാത്രമല്ല, ഈ സ്നാനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭാഗത്താക്കി മാറ്റിയത് കൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു കണ്ണുനീരിൻ്റെ അനുഭവം വരുമ്പോൾ, അപ്പോഴെല്ലാം നമുക്ക് വിശ്വാസത്തോടെ എടുത്ത് പറയാം, ഞാൻ സ്നാനം ചെയ്ത വ്യക്തിയാണ്, ഞാൻ യേശുവിൻ്റെ ഭാഗമാണ്, എനിക്ക് തീർച്ചയായിട്ടും സൗഖ്യമുണ്ട്, പ്രതിസന്ധി മാറും, എൻ്റെ പ്രാർത്ഥന കേൾക്കും, കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അപ്പം അങ്ങനെ വിശ്വാസത്തിൻ്റെ വലിയൊരു ഘടകം കൂടിയാണ് സ്നാനം. അപ്പോൾ ഈ സ്നാനത്തിലൂടെ നമ്മളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്കും ജനന മരണ പുനരുത്ഥാനത്തിലേക്കും പങ്കുകാരാക്കിയ ആ ശുശ്രൂഷയെ നമ്മൾ ഒരിക്കലും വില കുറച്ചതായി കാണരുത്. എന്നും നമ്മുടെ പ്രാർത്ഥനയിലും വിശ്വാസ ജീവിതത്തിലും നമ്മളെ ശക്തീകരിക്കുന്ന വലിയൊരു ഘടകമാണ്. ആ ഘടകം നമ്മെല്ലാവരെയും വളരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, എല്ലാ നന്മകളും പകരട്ടെ. ഈ സ്നാനമെന്ന ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് തുടർ ജീവിതത്തെ നയിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ ഈ ആരാധനയുടെ നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഇത്രയും നേരമായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും, ദൈവത്തിൽ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തെ പകരുവാനും, ദൈവവചനത്തെ ഞങ്ങൾക്ക് കേൾക്കുവാനും സാധിച്ചു. ഞങ്ങൾ സ്നാനമേറ്റവരാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ കർത്താവെ അങ്ങയുടെ ജനന മരണ പുനരുത്ഥാനത്തിൽ പങ്കാളികളായി ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടവർ, വേർതിരിക്കപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ എല്ലാ നന്മകളും ഞങ്ങൾക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളായി തീർന്ന ഒരു വലിയ അനുഭവമാണ് ഈ സ്നാനം. ആ സ്നാനത്തിൻ്റെ ആ അനുഭവത്തെയും ആ ശക്തിയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പ്രത്യാശിക്കുന്നു, ഈ പ്രതികൂലങ്ങൾ ഞങ്ങളെ വിട്ടു മാറും. കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾ ദൈവ ശരീരത്തിൻ്റെ ഭാഗമാണ്. കർത്താവെ, ഈ ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം ദൈവം മാറ്റുന്ന വലിയ കൃപയ്ക്ക് നന്ദി. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച വട്ടവും ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു. വളരെ അനുഗ്രഹത്തോടുകൂടെ ജീവിക്കുന്നതിന് സാധ്യത നൽകി. വരുന്ന ആഴ്ചയും എല്ലാ നന്മകളും പകരുന്നതിനും, അധ്വാനങ്ങളിൽ ഇറങ്ങുന്നവരെ അതിനു വേണ്ടുന്ന എല്ലാ നന്മകൾ കൊടുക്കുവാനും, പഠിക്കുന്ന മക്കൾക്ക് അതിനുള്ള കൃപകൾ നൽകുവാനും, കർത്താവെ ഭവനത്തിലായിരുന്നു കൊണ്ട് ഭവനത്തെ ക്രമീകരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധമായ ശക്തി നൽകുന്നതിനും, എല്ലാവരും പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അനുഭവവും മടങ്ങി വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അനുഭവവും ആയിരിക്കാൻ ദൈവം സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടും ഇന്നത്തെ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് സ്വീകരിച്ച് കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറച്ചതിനും അനുഗ്രഹമായി തന്നെ ദൈവം തീർക്കുന്നതിനും ദൈവത്തിന് സ്തോത്രം. എല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗം കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ ജീവിതത്തോടും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവോളം കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാനേ ഹോവായേ, മനസലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ ഓൺലൈൻ ആരാധനയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഞാൻ നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.